സൽമാൻ ഖാനെ വെറുതെ വിട്ടു. ലൈസൻസ് ഇല്ലാത്ത തോക്ക് കൈവശം വെച്ചു എന്ന കേസിലാണ് സൽമാൻ ഖാനെ ജോധ്പൂർ കോടതി വെറുതെ വിട്ടത്. ഇതിന്റെ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി റിനു ശ്രീധരൻ ചേരുന്നു. റിനു, എന്തൊക്കെയാണ് കേസിന്റെ വെറുതെ വിട്ടത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ? അജിംഷാദ്, ഏറ്റവും പുതിയ വാർത്ത ജോധ്പൂർ കോടതി സൽമാൻ ഖാനെ വെറുതെ വിട്ടു എന്നുള്ളത് തന്നെയാണ്. 1998 നടന്ന സംഭവം, കൃഷ്ണമൃഗത്തെ വേട്ടയാടി എന്നുള്ള ഒരു കേസ്. വേട്ടയാടാൻ ഉപയോഗിച്ചത് ലൈസൻസ് ഇല്ലാത്ത തോക്കാണ് എന്നുള്ള കേസിന്റെ വിധിയാണ് ഇപ്പോൾ ജോധ്പൂർ കോടതി സൽമാൻ ഖാനെ വെറുതെ വിട്ടിരിക്കുന്നു. 1998 ജോധ്പൂരിലെ കങ്കാണി ഗ്രാമത്തിൽ ഹം സാത്ത് സാത്ത് ഹേ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ സിനിമാ പ്രവർത്തകരും മറ്റ് നടന്മാരും മറ്റ് സഹപ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് കൃഷ്ണമൃഗത്തെ വേട്ടയാടി എന്നുള്ള ഒരു കേസുണ്ടായിരുന്നു. ഈ കേസിൽ രാജസ്ഥാൻ കോടതി 5 വർഷം, വിചാരണ കോടതി 5 വർഷം സൽമാൻ ഖാനെ തടവ് ശിക്ഷിച്ചിരുന്നു. എന്നാൽ രാജസ്ഥാൻ ഹൈക്കോടതി ഈ കേസിൽ ഇടപെടുകയും സൽമാൻ ഖാൻ അപ്പീൽ പോവുകയും അതിനെ തുടർന്ന് രാജസ്ഥാൻ ഹൈക്കോടതി സൽമാൻ ഖാനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനെ തുടർന്ന് രാജസ്ഥാൻ സർക്കാർ സുപ്രീം കോടതിയിലേക്ക് പോയി. സുപ്രീം കോടതി ഇടപെട്ടു. ഇപ്പോൾ ഈ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഉള്ളത്. എന്നാൽ ഈ മൃഗത്തെ വേട്ടയാടാൻ ഉപയോഗിച്ചിരുന്ന തോക്ക് കാലാവധി, ലൈസൻസിന്റെ കാലാവധി പൂർത്തിയായതാണ് എന്നുള്ളതായിരുന്നു. അതിനെ ആസ്പദമായാണ് രാജസ്ഥാൻ. റിനു, സൽമാൻ ഖാന്റെ അഭിഭാഷകൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്കൊന്ന് പോയതിനു ശേഷം ഒരിക്കൽ കൂടി അതിലേക്ക് പോകുന്നതിന് മുമ്പ് റിനു, അതായത് നേരത്തെ കൃഷ്ണമൃഗത്തെ വേട്ടയാടി എന്ന കേസിൽ കീഴ്ക്കോടതി ശിക്ഷിക്കുകയും ഹൈക്കോടതി ഹർജിയെ തുടർന്ന് കുറ്റവിമുക്തനാക്കുകയും ചെയ്തിരുന്നു. ഇതേ കേസിൽ ഉപയോഗിച്ച തോക്കുമായി ബന്ധപ്പെട്ട കേസാണോ ഇന്ന് ജോധ്പൂർ കോടതി വിധി പറഞ്ഞത്? തീർച്ചയായിട്ടും അജിംഷാദ്, 1998 സിനിമാ ഷൂട്ടിങ്ങിനിടെ വൈകുന്നേരം സമയങ്ങളിൽ സമയം ചിലവഴിക്കുന്നതിന് വേണ്ടി വേട്ടയാടി കൃഷ്ണമൃഗത്തെ, സംരക്ഷിക്കപ്പെടുന്ന കൃഷ്ണമൃഗത്തെ, അപൂർവ ഇനം മൃഗങ്ങളിലൊന്നായ കൃഷ്ണമൃഗത്തെ വേട്ടയാടി സഹപ്രവർത്തകരും മറ്റ് സിനിമാ പ്രവർത്തകരും കൂടി ഉൾപ്പെട്ട ഒരു കേസാണ് അത്. വിചാരണ കോടതി നേരത്തെ തന്നെ സൽമാൻ ഖാനെ കുറ്റവിമുക്തനാക്കിയിരുന്നു. എന്നാൽ രാജസ്ഥാൻ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് ആ കേസ് വീണ്ടും ഏറ്റെടുക്കുകയും വിധി ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുമാണ് ആ കേസ്. എന്നാൽ ആ കേസ് മാറ്റിവെക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആ കൃഷ്ണമൃഗത്തെ വേട്ടയാടാൻ ഉപയോഗിച്ച തോക്കിന് ലൈസൻസ് ഇല്ലായിരുന്നു. ആ ലൈസൻസ് പുതുക്കിയില്ല. ലൈസൻസിന്റെ കാലാവധി പൂർത്തിയായിരുന്നു. ഈ ഒരു കേസായിരുന്നു ഇന്ന് ജോധ്പൂർ കോടതി വിധി പുറപ്പെടുവിച്ചത്. അല്പസമയം മുമ്പ് വെറുതെ വിടുകയാണ് ഇപ്പോൾ ചെയ്തിരുന്നത്. ലൈസൻസ് ഇല്ലാത്ത ആയുധം കൈവശം വെച്ചു എന്നുള്ള കേസിന് സൽമാൻ ഖാൻ കുറ്റക്കാരനല്ല എന്നുള്ള ഒരു വിധിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അജിംഷാദ്, ഒരു പക്ഷേ നേരത്തെ ഉറങ്ങിക്കിടന്നവർക്കും മേൽ വാഹനം കയറ്റിയെന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള വിധികളിലും ഒക്കെ വലിയ വിമർശനമാണ് ഇത് സൽമാൻ ഖാനുമായി ബന്ധപ്പെട്ട് പുറത്തെത്തിയിരുന്നത്. ഒരു പക്ഷേ ഇന്നത്തെ കേസും ആ രീതിയിൽ അത്രയേറെ സുപ്രധാനമല്ല എങ്കിൽ പോലും ഒരുപക്ഷെ കൃഷ്ണമൃഗത്തുമായി ബന്ധപ്പെട്ട കേസിൽ വെറുതെ വിട്ട സ്ഥിതിക്ക് ഒരു പക്ഷേ അതുമായി ബന്ധപ്പെട്ട് തോക്ക് കൈവശം വെച്ചതിനെ ശിക്ഷിക്കാൻ സാധ്യതയില്ല എന്ന് നിയമവിദഗ്ധർ നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇന്ന് സൽമാൻ ഖാൻ നേരിട്ട് ഹാജരായോ കോടതിയിൽ? തീർച്ചയായിട്ടും. കഴിഞ്ഞ വിചാരണ കോടതിക്ക് ശേഷം ഹൈക്കോടതി, രാജസ്ഥാൻ ഹൈക്കോടതി വിധി പുറപ്പെടുവിക്കുമ്പോൾ സൽമാൻ ഖാൻ എത്തിയിരുന്നില്ല. എന്നാൽ അരമണിക്കൂറിനകം ഇന്ന് ജോധ്പൂർ കോടതി പുതിയൊരു വിധിയും കൂടി ആദ്യം പുറപ്പെടുവിച്ചിരുന്നു. അരമണിക്കൂറിനകം തന്നെ സൽമാൻ ഖാൻ കോടതിയിൽ എത്തിച്ചേരണം, സൽമാൻ ഖാൻ വന്നതിന് ശേഷം ഈ വിധി പ്രഖ്യാപിക്കുകയുള്ളൂ എന്നുള്ള ഒരു കടുത്ത നിലപാടിലേക്ക് കോടതി പോയിരുന്നു. നേരത്തെ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ 2002 നടന്നൊരു സംഭവമാണ്. മദ്യപിച്ച് വാഹനമോട്ടിച്ച് ഒരു ബേക്കറിക്ക് മുൻവശം കിടന്നുറങ്ങിയവരുടെ പുറത്തേക്ക് മദ്യപിച്ച് വാഹനമോടിച്ച് ഒരു കേസ് 2002 അദ്ദേഹത്തിനെതിരെ എടുത്തിരുന്നു. എന്നാൽ ആ കേസിലും അദ്ദേഹത്തെ സൽമാൻ ഖാനെ വെറുതെ വിടുകയാണ് ചെയ്തിരുന്നത്. പിന്നീട് തന്റെ ഡ്രൈവർ ആണ് വാഹനം ഓടിച്ചത് എന്നുള്ള 13 വർഷത്തിന് ശേഷം അദ്ദേഹം ഡ്രൈവറാണ് കാർ ഓടിച്ചത് എന്നുള്ള ഒരു വിധിയൊക്കെയായി ഒരു വാദവുമായി കോടതിയിലെത്തിയിരുന്നു. തുടർന്ന് ആ കേസിലും സൽമാൻ ഖാനെ വെറുതെ വിടുകയാണ് ചെയ്തത്. അതേ ഒരു നടപടിക്രമം തന്നെയാണ്, അതുപോലെ തന്നെയാണ് സൽമാൻ ഖാനെ ഇന്ന് ലൈസൻസ് ഇല്ലാതെ ആയുധം കൈവശം വെച്ച കേസിൽ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് ജോധ്പൂർ കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അജിംഷാദ്, ശരി. റിനു ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്. ലൈസൻസ് ഇല്ലാത്ത തോക്ക് കൈവശം വെച്ചു എന്ന കേസിൽ സൽമാൻ ഖാനെ കോടതി വെറുതെ വിട്ടു. ജോധ്പൂർ കോടതിയാണ് അല്പം മുമ്പ് വിധി പറഞ്ഞത്. വിധി പറയുന്ന സമയത്ത് സൽമാൻ ഖാൻ കോടതിയിൽ ഹാജരായിരുന്നു. വിവരങ്ങളും വിശദാംശങ്ങളുമാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് റിനു ശ്രീധരൻ നൽകിയത്.